എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് കുട്ടികൾക്ക് പരീക്ഷാ ഫലത്തെയോ അതിൽ തോൽവി സംഭവിക്കുമോ എന്നതിലുപരി അവരെ ആദ്യ പിടിപ്പിക്കുന്നത് അല്ലെങ്കിൽ അവർ നേരിടുന്ന ഒരു പ്രശ്നമാണ് താരതമ്യപ്പെടുത്തുന്നത്. അതും ബന്ധുക്കാരുടെ മുന്നിൽ വെച്ചോ സമപ്രായക്കാരായ സുഹൃത്തുക്കളുടെ മുന്നിൽ വെച്ചോ ആയിരിക്കും അവർ താരതമ്യപ്പെടുത്തുന്നത്. മാതാപിതാക്കൾ ഇങ്ങനെ ചെയ്യുന്നത് അവർ പഠിക്കുന്നതിൽ കൂടുതൽ താല്പര്യം കാണിക്കുവാനും മറ്റുള്ളവരെക്കാളും മുന്നിലെത്തുവാനുമാണ് ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ഫലം നേരെ വിപരീതമായാണ് കാണപ്പെടുന്നത്. കുട്ടികളിൽ ഇത് മാനസിക സമ്മർദ്ദം കൂട്ടുവാൻ കാരണമാക്കുന്നു. ഇത് കുട്ടികളെ വിഷാദത്തിലേക്ക് നയിക്കുകയും പോകെ പോകെ അവരുടെ ആത്മവിശ്വാസം തന്നെ നഷ്ടപ്പെട്ടുവെന്നും വരാം. അമിതമായി ഒന്നും പ്രതീക്ഷിക്കാതെ മറ്റുള്ളവരെക്കാളും താൻ വലുത്, അതുമല്ലെങ്കിൽ തനിക്ക് കൂടുതൽ കിട്ടും എന്ന അമിത പ്രതീക്ഷകൾ ഇല്ലാതെ ഉള്ളതിൽ സന്തുഷ്ടരാകാൻ പരിശീലിപ്പിക്കുന്നത് അവരെ കൂടുതൽ കഴിവുള്ളവരാക്കി മാറ്റിയേക്കാം. കാരണം അവർ കരുതും, എനിക്ക് ഇത്ര കിട്ടിയപ്പോൾ തന്നെ അച്ഛനമ്മമാർക്ക് ഇത്രയും സന്തോഷം, അപ്പോൾ ഞാൻ കൂടുതൽ വാങ്ങിയാലോ എന്ന് ഉൾപ്രേരണ അവർക്ക് ലഭിക്കും. അതുപോലെ പരീക്ഷ പോലെയുള്ള മത്സരങ്ങളിൽ പതറുകയുമില്ല, പേടിക്കുകയുമില്ല. ഇതുപോലെ വരുന്ന മറ്റൊരു കാര്യമാണ് എല്ലാവരുടെയും ചോദ്യങ്ങൾ. എത്ര മാർക്ക് കിട്ടും, എല്ലാത്തിനും A+ ഉണ്ടാകുമോ എന്നിങ്ങനെയുള്ള ടെൻഷൻ തരുന്ന ചോദ്യങ്ങൾ. ഇത്തരം അവസ്ഥകളിൽ നിന്ന് മാറി നിൽക്കുകയാണ് ഏറ്റവും ഉചിതം. പിരിമുറുക്കങ്ങൾ വരാതിരിക്കുകയും അതുപോലെ എല്ലാത്തിനെയും നല്ല രീതിയിൽ സ്വീകരിക്കാനുള്ള മനസ്സും ലഭിക്കും. ആത്മവിശ്വാസം നഷ്ടമാകുന്ന ഈ പരീക്ഷാപ്പേടിയിൽ നിന്ന് രക്ഷ നേടാനുള്ള ചില മാർഗങ്ങൾ പറഞ്ഞുതരാം. ഏറ്റവും ആദ്യത്തേത് ഭഗവത്ഗീതയിലെ 2-ാം അധ്യായത്തിൽ 47-ാമത്തെ ശ്ലോകം. കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കഥാചന മാ കർമ്മഫലേഹേതുർഫുർ മാതേ സങ്കോസ്ത്വ കർമ്മണി. ഇത് വളരെ പ്രശസ്തമായ ഒരു ശ്ലോകമാണ്. ഭഗവത്ഗീതയെപ്പറ്റി അറിയാത്തവർ പോലും കേട്ടിരിക്കുന്ന ഒരു ശ്ലോകമാണിത്. ഇതിൻ്റെ അർത്ഥം എല്ലാവർക്കും അറിയാം. ഈ വിഷയത്തിനായുള്ള കാര്യം മാത്രം പറയാം. അത് മറ്റൊന്നുമല്ല, പരീക്ഷയും അതിൻ്റെ ഫലവും നമ്മുടെ നിയന്ത്രണത്തിലുള്ളതല്ല. മികച്ച വിജയം കൈവരാൻ വേണ്ടി പരിശ്രമിക്കുക എന്നത് മാത്രമാണ് നമ്മുടെ കർമ്മവും കടമയും. രണ്ടാമത്തേത് ആത്മവിശ്വാസം. പരീക്ഷയെ ഭയത്തോടെ കാണുമ്പോഴാണ് അത് നമ്മെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത്. ഇനി എത്ര ബുദ്ധിമുട്ട് ആയാലും ഞാൻ വിജയിക്കുക തന്നെ ചെയ്യും എന്ന ദൃഢമായ ആത്മവിശ്വാസം നേടിയെടുക്കാമെങ്കിൽ ഒരു പരിധിവരെ ഈ പരീക്ഷാ ഭയത്തെ മറികടക്കാനാകും. അടുത്തത് നമ്മെ തന്നെ വിലയിരുത്തുക. നമ്മൾ തന്നെ സ്വയം നമ്മുടെ പഠന രീതി എങ്ങനെയെന്നും നമുക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ ഏതൊക്കെയെന്നും എത്രത്തോളം നമ്മൾ തയ്യാറായി കഴിഞ്ഞുവെന്നും ഇനി എത്രത്തോളം തയ്യാറാകണമെന്നും പരിമിതികൾ എന്തൊക്കെയുണ്ടെന്നും സ്വയം നോക്കി പ്രായോഗിക മാർഗം സ്വയം കണ്ടെത്തുക. അടുത്തത് സ്വയം മറ്റുള്ളവരോട് താരതമ്യപ്പെടുത്താതിരിക്കുക. നമ്മൾ ഓരോരുത്തർക്കും ഓരോ വ്യത്യസ്തമായതും പ്രത്യേകതയുള്ളതുമായ ഗുണങ്ങളും സവിശേഷതകളുമുണ്ട്, അതുപോലെ പോരായ്മകളും. അതുകൊണ്ട് മറ്റുള്ളവരുമായി സ്വയം താരതമ്യപ്പെടുത്താതിരിക്കുക. പരീക്ഷാകാലം അത് കുട്ടികൾക്ക് മാത്രമല്ല അവരുടെ രക്ഷകർത്താക്കൾക്കും ഒരുപോലെ പിരിമുറുക്കമുണ്ടാകുന്നത് സ്വാഭാവികമാണ്. അത് നമ്മുടെ ഒരു കുറ്റമോ കുറവോ ആയി കാണരുത്. പരീക്ഷാ സമയത്ത് പലവിധ മാനസിക പിരിമുറുക്കങ്ങളും സമ്മർദ്ദങ്ങളും ഉണ്ടായേക്കാം. ഇതിലൊന്നും തളരാതെ അവയെ നേരിടുക എന്നതേ ഒരു വഴിയുള്ളൂ. പഠിക്കാനുള്ള വിഷയങ്ങൾ വായിച്ചും എഴുതിയും പഠിച്ചാൽ മാത്രമേ രക്ഷയുള്ളൂ. ടെൻഷൻ അടിച്ചിട്ട് ഇനി കാര്യമില്ല.
അതല്ല എങ്കിൽ ദിവസവും അന്നോടന്ന് പഠിക്കണമായിരുന്നു. നെഗറ്റീവ് ചിന്തകൾ വരുന്നത് സാധാരണമാണ്. അതിൽ അകപ്പെടാതെ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കണം. ഈ സമയം മനസ്സിനെ ശാന്തമാക്കുക അത്ര എളുപ്പമല്ല. അതിനു വേണ്ടത് ധൈര്യമാണ്. ഈ ആത്മവിശ്വാസം നമുക്ക് ഭക്തിയിലൂടെ നേടാൻ കഴിയും. ബ്രഹ്മജ്ഞാനിയും ബ്രഹ്മചാരിയും മഹാബലനും സൽബുദ്ധിദായകനുമായ ശ്രീ ആഞ്ജനേയ സ്വാമിയെ ആരാധിക്കുന്നത് ഈ സമയത്ത് മാത്രമല്ല, ജീവിതം മുഴുവനും പ്രയോജനം തരുന്നതാണ്. പരീക്ഷ പേടി മാറുവാനും അതുപോലെ ആത്മധൈര്യം വർദ്ധിക്കുവാനും പരീക്ഷയ്ക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കുവാനുമായി ജപിക്കേണ്ട ശ്രീ ആഞ്ജനേയ സ്വാമിയുടെ വളരെ പ്രഭാവശാലിയായ ഒരു മന്ത്രത്തെ പറഞ്ഞുതരാം. മന്ത്രം ഇതാണ്: ഓം ശ്രീ വജ്രദേഹായ രാമഭക്തായ വായുപുത്രായ നമോസ്തുതേ. ഒരിക്കൽ കൂടി കേട്ടോളൂ. ഓം ശ്രീ വജ്രദേഹായ രാമഭക്തായ വായുപുത്രായ നമോസ്തുതേ. ഈ ആഞ്ജനേയ മന്ത്രത്തെ വളരെ ശ്രദ്ധയോടും ഭക്തിയോടും നിത്യവും രാവിലെയോ വൈകുന്നേരമോ ജപിക്കുക. ഏകാഗ്രത വർദ്ധിക്കാൻ ഹനുമാൻ സ്വാമിയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ ഇരിക്കുക. ഏതെങ്കിലും ശനിയാഴ്ചയോ ചൊവ്വാഴ്ച ദിവസമോ ജപിച്ച് തുടങ്ങുന്നത് വളരെ ഉത്തമമാണ്. ആദ്യത്തെ ദിവസമെങ്കിലും പ്രാണപ്രതിഷ്ഠ ചെയ്ത രുദ്രാക്ഷമോ അല്ലെങ്കിൽ രക്തചന്ദനമോ മാല ഉപയോഗിച്ച് 108 തവണ ജപിക്കുന്നത് വളരെ പ്രയോജനം ചെയ്യും. നിത്യവും 21 തവണയെങ്കിലും ഈ മന്ത്രത്തെ ജപിക്കുക. അകാരണമായ ഭയം അകലാനും ഓർമ്മശക്തി, ഏകാഗ്രത, ബുദ്ധിശക്തി എന്നിവ ലഭിക്കുകയും ചെയ്യുന്ന ആഞ്ജനേയ സ്വാമിയുടെ അത്ഭുത മന്ത്രമാണിത്. വിശ്വാസത്തോടെയും ശ്രദ്ധയോടെയും ജപിക്കുക. വളരെ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും തീർച്ച. പ്രിയരെ, ഈ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. നിങ്ങളുടെ ഇഷ്ടദേവന്റെ പേരൊന്ന് കമന്റ് ബോക്സിൽ എഴുതുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതന ധർമ്മത്തിലെ സാധന, ഉപാസന, മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും ആഞ്ജനേയ സ്വാമിയുടെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.